ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇനി ഞാൻ പൊട്ടറ്റോ കുർക്കുറയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ കുർക്കുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഓരോ പീസാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. ഞാനിപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ പശ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് 2 വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിന്ന് കഴുകിയിട്ട് ഇതൊരു സ്റ്റെയിനറിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇത് സ്റ്റെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി എടുക്കുക. അതിൽ വെച്ച് തുടച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നല്ലോണം വെള്ളമൊക്കെ തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുക്കി പൊരിക്കാൻ മാത്രമല്ല എണ്ണ എടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം പൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ കുർക്കുറ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.